चलो ഒന്നര കോടിയിലേറെ ജനങ്ങൾ ഒരുമിച്ച് വാഴുന്ന ഈ നാട്ടിൽ അവരെ സംരക്ഷിച്ചുകൊണ്ട് നടക്കുന്ന ഗവൺമെൻറ് നട്ടെല്ലായി പ്രവർത്തിക്കുന്ന നമ്മൾക്ക് എന്തെങ്കിലും തരാൻ ഗവൺമെൻറ്റുകൾ മടിക്കുന്നതിൻ്റെ കാരണം നമുക്കത് മേടിച്ചെടുക്കാനുള്ള ശക്തിയില്ല. നമ്മൾ അവിടേക്കാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് 13 മേഖലകളെ 14 നിയോജകമണ്ഡലങ്ങളിലാക്കി അസംബ്ലി നിയോജകമണ്ഡലത്തിന് സമാനമാക്കിയത്. നമ്മൾ ഇലക്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു കമ്മിറ്റി രൂപീകരിക്കാം. എത്ര മത്സരാർത്ഥികൾ വന്നാലും വ്യാപാരിക്ക് വേണ്ടി തർക്കിക്കാൻ, നിലപാടെടുക്കാൻ നിയമനിർമ്മാണ സഭയിൽ അത് വന്നാൽ അപകടം വ്യാപാരിക്കാണെന്ന് പറയാൻ നമുക്ക് ശക്തന്മാരായ നേതൃത്വത്തെ ഇതുവരെ ഭരണ സംവിധാനത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. എല്ലാ കാലവും നമ്മുടെ വോട്ടും നോട്ടും വാങ്ങിച്ചുകൊണ്ട് പോകും. ഇനി നമ്മുടെ വോട്ടും നോട്ടും കൊടുക്കുമ്പോൾ നമുക്കൊരു 15% വോട്ട് പിടിച്ചു വെക്കാൻ കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവും ആ ഭാഷ. 5-5.5%, 6% ഭൂരിപക്ഷമാണ് ഇടതുപക്ഷമായാലും ഭരണപക്ഷമായാലും ഏത് പക്ഷമായാലും ഭരിക്കുന്നത്. അംഗബലം ഉണ്ടാവും. പക്ഷേ 1500 വാങ്ങേണ്ട അടുത്ത് 300 വാങ്ങിയിട്ട് അവിടെ കയറിയിരിക്കുന്നവരുണ്ട്, മജോറിറ്റി വോട്ട്. അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ നമ്മുടെ കയ്യിൽ, ഈ വ്യാപാരി കൂട്ടത്തിൻ്റെ കയ്യിൽ ഒരു 15% വോട്ട് സ്വതന്ത്രമായി നമുക്ക് പിടിച്ചു വെക്കാൻ കഴിഞ്ഞാൽ ഇവിടെ മത്സരിക്കാൻ വരുന്ന ഏതൊരു വ്യക്തിയായാലും കൊള്ളാം, വ്യാപാരിക്ക് വേണ്ടി നിയമനിർമ്മാണ സഭകളിലും അസംബ്ലിയിലും പാർലമെന്റിലും സംസാരിക്കാൻ പറ്റിയ കരുത്തുള്ളവരെ ജയിപ്പിച്ചുവിടാൻ നമുക്ക് കഴിയും. ഒരു സമ്മർദ്ദ ശക്തിയായിട്ട്. ഇവിടെ പറയുമ്പോൾ സംഘടനയുടെ ഒരു പ്രത്യേകത വർഗവർണ്ണ രാഷ്ട്രീയമില്ലാത്തൊരു സംഘടനയാണ്. നമ്മൾ അതിലേക്ക് പോകുന്നില്ല. നമുക്ക് വർഗവും വേണ്ട, വർണ്ണവും വേണ്ട, ജാതി മതമൊന്നുമില്ല ഈ സംഘടനയ്ക്ക്. പക്ഷേ നമ്മൾ പറയുന്നു പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും 2 ആൾ വീതമെങ്കിലും, 1 ആൾ വീതമെങ്കിലും നമുക്ക് വേണ്ടി ശബ്ദിക്കാനുണ്ടായാൽ ശ്രദ്ധ ക്ഷണിക്കാൻ കഴിയും. രാഷ്ട്രീയ പാർട്ടികൾ കണക്കെടുക്കും. അപ്പോൾ വ്യാപാരികൾ ഇത്തവണ അവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, അവിടെ ഇന്നവൻ ജയിക്കേണ്ടടുത്ത് ഇന്നവൻ തോറ്റുപോയി, മറ്റവൻ ജയിച്ചു എന്ന് പറയുമ്പോൾ വ്യാപാരി വോട്ട് പിടിച്ച് ചെയ്തു. വ്യാപാരിക്കുമുണ്ട് ശക്തി, വോട്ടും നോട്ടും അവൻ്റെ കയ്യിലുണ്ട് എന്ന് പറയാൻ, ചർച്ച ചെയ്യാനിടയായാൽ, ഒരു പ്രാവശ്യം ചർച്ചയിലേക്ക് അതിനെ നയിച്ചാൽ വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ വ്യാപാരികളുടെ കയ്യിലിരിക്കും. എന്താ വ്യാപാരികൾക്ക് കുഴപ്പം? ബൗദ്ധിക ശേഷി, സാമ്പത്തിക ശേഷി, ലോകപരിജ്ഞാനം, വിദ്യാഭ്യാസം, ജനപദ പങ്കാളിത്തം, ജനവിശ്വാസം. വ്യാപാരിക്ക് എന്താ ഇല്ലാത്ത? നമ്മളൊക്കെ ഇങ്ങനെ ഈ കസേര ഇപ്പോൾ ഇത് കണ്ടോ, പുറകിൽ രാഷ്ട്രീയക്കാരായിരുന്നെങ്കിൽ പുറകിലിരിക്കുന്ന കസേരകൾ പൊക്കിയെടുത്തിട്ട് വന്നിട്ട് ഈ സാജു ചാക്കോന്റെ മുമ്പിലിട്ടിരിക്കുമായിരുന്നു. അതിന്റെ പുറത്ത് കാലും കയറ്റി വെച്ചിരിക്കും അല്ലേ? ഇത് നമ്മളൊക്കെ പഴയ കാലം മുതൽ എന്തോ ഒരു ജന്മഭാവമുള്ള പോലെ ഒരു മൂലയിൽ ഒതുങ്ങാൻ ശ്രമിക്കുക. അതല്ല വേണ്ടത്. മാറ്റങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കണം. ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ട് എടുത്താൽ കേരളത്തിൽ ഒരു അട്ടിമറി ഭരണമുണ്ടാകും. സ്റ്റേറ്റ് കമ്മിറ്റി ഇത് പറയാൻ തുടങ്ങിയപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ സ്റ്റേറ്റ് കമ്മിറ്റി എടുത്തു നമ്മുടെ ഒരു വോട്ട് പങ്കുണ്ടാവണമെന്ന്. എല്ലാ ജില്ലകളിലും നിയോജകമണ്ഡലങ്ങളായിട്ട് വിഭജിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നടപടി നടന്നുകൊണ്ടിരിക്കുക. ഇതൊരു മാറ്റത്തിൻ്റെ കാലഘട്ടമാണ്. ഇനി എത്ര സഹിക്കും? 5 കൊല്ലം ഇമ്മാതിരി നമുക്കൊന്നും ചലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ തെരുവിലെ കച്ചവടക്കാരൊക്കെ ഇവിടെ നിന്ന് നിഷ്കാസനം ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് എത്തും. സൂക്ഷിക്കുക. ഈ നമ്മളിവിടെ 100 നിർധനരായ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ബാഗ് വിതരണം ചെയ്തു, 100 പേർക്ക്. അപ്പോൾ നമ്മുടെ അങ്കമാലി തന്നെയുള്ള മേബൻ നിധി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്. അത് 20 ആൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു 20 ആൾ പോരാ, ഒരു 100 ആൾക്കെങ്കിലും കൊടുക്കണം. അതാർക്കാ? പാവപ്പെട്ട തൊഴിലാളികൾ, പീഡിക തൊഴിലാളികൾ, ചുമട്ട് തൊഴിലാളികൾ, അവരുടെ മക്കൾക്ക് കൊടുക്കണമെന്ന് ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് അതിനുള്ള അധികാരമില്ല. ഞാൻ ഉടനെ അവരുടെ മേൽഘടകത്തിലേക്ക് വിളിച്ചു. അങ്ങനെ മേൽഘടകത്തിലേക്ക് വിളിച്ച് ഞാൻ പറഞ്ഞു ഞങ്ങൾ അങ്കമാലിയിൽ ഹോളും കാര്യങ്ങളൊക്കെ തരാം, 100 ആൾക്കെങ്കിലും അത് കൊടുക്കണം എന്ന് പറഞ്ഞു. അവരത് സമ്മതിച്ചു. അങ്ങനെ
100 ആളെ കണ്ടെത്തിയത് നമ്മുടെ സംഘടനയാണ്. നമ്മുടെ സംഘടന തൊഴിലാളികളിൽ നിന്നും അതുപോലെ ചുമട്ടുതൊഴിലാളികളിൽ നിന്നും പിടിയ തൊഴിലാളികളിൽ നിന്നും പാവപ്പെട്ട ആളുകളിൽ നിന്നും 100 പേരെ കണ്ടെത്തി നമുക്ക് അത് കൊടുക്കാൻ കഴിഞ്ഞു. അതൊരു ഈ വർഷം നമ്മൾ ചെയ്തൊരു പുതിയ കാര്യമാണ്. അതൊരു നേട്ടമായിട്ട് പറയുന്നു. പിന്നെ അടുത്തത് നമ്മുടെ ജില്ലാ കമ്മിറ്റി, ജേക്കബ് ബേട്ടൻ്റെയൊക്കെ നേതൃത്വത്തിൽ ജില്ലാ കമ്മിറ്റി ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ നമ്മുടെ മേൽഘടകങ്ങൾ ഇത്ര ശക്തമായിട്ട് നിൽക്കണതുകൊണ്ട് അതിൻ്റെ ഒരു അഭിമാനം നമുക്ക് എന്നുമുണ്ട്. ജില്ലാ കമ്മിറ്റിയുടെ ഒരു യോഗം നമ്മൾ അങ്കമാലിയിൽ വെച്ചു, നമ്മുടെ ഈ ഹാളിൽ വെച്ചു. അപ്പോൾ ജില്ലാ കമ്മിറ്റിയുടെ യോഗം വെച്ചാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിലുള്ള മുഴുവൻ യൂണിറ്റുകളിലെയും ഭാരവാഹികൾ ഇവിടെ വന്നപ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അങ്കമാലിനെ പറ്റി അവർക്കൊരു ഇമ്പ്രഷൻ വരാണ്. നമ്മുടെ ഈ ഹാളും നമ്മുടെ ഈ ഓഫീസ് സെറ്റപ്പും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അങ്കമാലിയിലെ ആളുകൾ വളരെ മിടുക്കന്മാരാണല്ലോ എന്ന് പറയുകയും ഞങ്ങൾ അഭിനന്ദിക്കുകയും അവർക്കെല്ലാവർക്കും ഞങ്ങളിവിടെ ഭക്ഷണവും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു. അത് ഈ സംഘടനയുടെ പൈസ എടുത്തല്ല ചെയ്തത്, അതും പറയാം. ശ്രീ NV പോളച്ചനും ഞാനും, ഞങ്ങൾ ജില്ലാ കമ്മിറ്റിയിലുള്ള ഞാനും NV പോളച്ചനുണ്ട്, ബിജു പൂപ്പത്തുണ്ട്. ജില്ലാ കമ്മിറ്റി ഞങ്ങൾ എല്ലാവരും കൂടിയാണ് ഞങ്ങളത് സംഘടിപ്പിച്ചത്. നമ്മുടെ സംഘടനയുടെ പൈസ എടുത്തല്ലേ. പക്ഷെ അത് നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ അഭിമാനം വാനോളം ഉയർത്തി ജില്ലാ കമ്മിറ്റി ഹാളിൽ കൂടി എല്ലാവരും വളരെ സന്തോഷമായിട്ട് പോകാൻ കഴിഞ്ഞു. അത് ജയിക്കപ്പെട്ട അതിൻ്റെ പേര് ചിലപ്പോൾ പറയുമായിരിക്കും. അടുത്ത വിഷയം ഞാൻ ഓരോന്ന് പറയാണ്. അടുത്ത വിഷയം നമ്മൾ ഏറ്റവും വലിയൊരു കാൽവയ്പ് നടത്തിയത് സുഗമ സഞ്ചാര സമരം എന്ന് പറഞ്ഞൊരു സമരം നമ്മൾ നടത്തി. നമുക്കറിയാം അങ്കമാലിയിലെ ആളുകൾ, അങ്കമാലി കൂടെ കടന്നു പോകുന്ന ആളുകൾ എല്ലാവരും വീർപ്പ് മുട്ടുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ ഗതാഗതക്കുരുക്ക്. അപ്പം ഞങ്ങളൊക്കെ കൂടി ആലോചിച്ചു എന്ത് ചെയ്യണം. നമ്മൾ ഈ അങ്കമാലിയിലെ ഏറ്റവും നീറുന്ന പ്രശ്നം, എല്ലാവരുടെയും പ്രശ്നം ഈ ഗതാഗതക്കുരുക്കാണ്. അങ്കമാലി കൂടെ കടന്നു പോകണം, കേരളീയർ മുഴുവൻ അങ്കമാലിയെ പ്രാഗിക്കൊണ്ടാണ് കടന്നു പോകണേ. അങ്കമാലിക്കാരെന്തോ ചെയ്ത പോലെ. അപ്പം ഞങ്ങൾക്ക് തോന്നി ഇതിനെതിരെ പ്രതികരിക്കണം. അപ്പോൾ നമ്മുടെ ശക്തമായ ഈ സംഘടന ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ അത് പ്ലാൻ ചെയ്തു. മുൻ പ്രസിഡന്റുമാരോട് ആലോചിച്ചു, ഞങ്ങൾ ഭാരവാഹികളും എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഞങ്ങൾ ആലോചിച്ചു. ശക്തമായൊരു സമരം വേണം എന്ന് തന്നെ പറഞ്ഞു. മുൻ പ്രസിഡന്റ് സാജു ചാക്കോ ഇതുപോലെ നിരാഹാരം കിടന്നിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ ഇത് തന്നെ ഏറ്റവും നല്ല അവസരം എന്നോർത്ത് നമ്മൾ ആ ഒരു സമരത്തിന് നമ്മൾ പ്ലാൻ ചെയ്തു. ആ സമരം വൻ വിജയമായി മാറി എന്നുള്ളതാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലൊക്കെ വൻ വിജയമായിട്ട് കാര്യം. കാരണം ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാർ, അതുപോലെ നമ്മുടെ ഇവിടുത്തെ മുൻ MLA മാർ, ഇപ്പോഴത്തെ MLA, MP, നമ്മുടെ തിരുമേനി, LF-ലെ ഡയറക്ടർ, അതുപോലെ ഡിസ്ട്രിക്റ്റിൻ്റെ പ്രിൻസിപ്പാൾ, അച്ഛന്മാർ, ഈ ഒരുപാട് പേരെടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട്. ഇവരൊക്കെ വന്നു. നമ്മുടെ ഈ അങ്കമാലിയിലെ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളും പ്രമുഖരായ വ്യക്തികൾ മുഴുവൻ അവിടെ വന്ന് നമ്മുടെ ഈ സമരത്തിന് പിന്തുണ പറഞ്ഞു. അത് നമ്മൾ സമരം വിജയിച്ചില്ല എന്നുള്ളതല്ല, ആ സമരത്തിൽ നമുക്ക് കിട്ടിയൊരു പാർട്ടിസിപ്പേഷൻ അത് വലിയൊരു സംഭവമാണ്. നമ്മുടെ സംഘടനയുടെ ശക്തി, നമ്മുടെ സംഘടനയുടെ അഭിമാനം വാനോളം ഉയർത്തുന്ന ഒരു പരിപാടിയായിരുന്നു. അതിൽ നമ്മുടെ മുൻ പ്രസിഡന്റുമാരടക്കം എനിക്ക് തോന്നുന്നത് പോൾ വർഗീസ് ഒഴിച്ച് ബാക്കി എല്ലാ മുൻ പ്രസിഡന്റുമാരും നിരാഹാരം കിടന്നു. അതുപോലെ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, ഭാരവാഹികൾ എല്ലാവരും നിരാഹാരം കിടന്നു ഒരു ദിവസം മുഴുവൻ. അങ്ങനെ ആ സമരം ശരിക്കും ശ്രദ്ധിക്കപ്പെട്ടു. നമ്മുടെ ഹൈക്കോടതി റിട്ടയേർഡ് ജസ്റ്റിസ് കമാൽ പാഷ, അതുപോലെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഈ സമരത്തിലേക്ക് വന്നു. ഏറ്റവും നല്ല അനുഗ്രഹീതമായ ഒരു കാര്യം, നമ്മുടെ ജില്ലാ പ്രസിഡന്റ് PC ജേക്കബ് ബേട്ടനാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം ഉദ്ഘാടനം ചെയ്തതിൻ്റെ ഐശ്വര്യമാണോ എന്ന് അറിയാൻ പാടില്ല. സംഭവം ഗംഭീരമായി കേരളം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സമരമായിട്ട് അത് മാറി. അത് നമ്മൾ എല്ലാ കൊല്ലവും ചെയ്യാത്ത ഒരു കാര്യമായിരുന്നു. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറഞ്ഞു പോകുന്നില്ല, കാരണം നിങ്ങൾക്കൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഇനി ഈ സമരം ചെയ്തു, എല്ലാവരും ചോദിക്കും ഈ സമരം ചെയ്തുകൊണ്ട് എന്താ പ്രയോജനം, നിങ്ങൾ സമരം ചെയ്തിട്ട് എന്താ നേടിയത്? നമ്മൾ സമരത്തോട് നിർത്തിയില്ല. ഞങ്ങൾ മുൻ പ്രസിഡന്റുമാരും ഭാരവാഹികളും ഞങ്ങൾ ഡൽഹിയിൽ പോയി ഞങ്ങളവിടെ ഒരു സമരം നമ്മൾ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു സമരം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമരത്തിൽ പങ്കെടുത്തതിന് ശേഷം ഞങ്ങൾ ശ്രീ NV പോളച്ചൻ ഉണ്ടായിരുന്നു, ശ്രീ നിക്സൺ മാവേലി ഉണ്ടായിരുന്നു, അതുപോലെ ശ്രീ പുന്നൻ, ഞങ്ങൾ ബിജു പൂപ്പത്ത്, ഞങ്ങൾ 6-7 ആള് ഞങ്ങളൊരു നിവേദക സംഘമായിട്ട് നമ്മുടെ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ഗഡ്കരിയുടെ ഓഫീസിൽ ചെന്നു. അവിടെ ചെന്ന് ആദ്യം ഞങ്ങളെ കയറ്റില്ലാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പ്രത്യേക കേരളത്തിൽ നിന്ന് വന്നതെന്നൊക്കെ പറഞ്ഞു ഞങ്ങളെ കയറ്റി. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ വലിയ സ്വീകരണമാണ് ആ ഓഫീസിൽ നിന്ന് കിട്ടിയത്. ആ ഓഫീസിൽ ഒരു IAS-കാരൻ ഞങ്ങളെ വിളിച്ച് വിശദമായിട്ട് എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്, എന്തൊക്കെ ചെയ്യാൻ സഹായിക്കും, എന്തൊക്കെയാണ് അതിന്റെ തടസ്സങ്ങൾ, ഒരു 45 മിനിറ്റോളം ഞങ്ങളോട് സംസാരിച്ചു.
അപ്പൊ ഞങ്ങൾക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഞങ്ങളും പറഞ്ഞു ഇത് കേരളത്തിനെ മൊത്തം ബാധിക്കുന്ന പ്രശ്നമാണ് സാറേ, എങ്ങനെയെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. അപ്പൊ അവർ പറഞ്ഞു ഇത് ഞങ്ങൾ ഇതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എങ്കിലും നമുക്കറിയാലോ സർക്കാരുകളുടെ കാര്യമാണ്, കേരള സർക്കാരിന്റെ സഹകരണം വേണം, ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്, എങ്കിലും നിങ്ങൾ ഇത്രയും പേരിവിടെ വന്ന് ഈ നിവേദനം തന്നത് നല്ല കാര്യം എന്ന് പറഞ്ഞ് അത് നമ്മൾ അങ്ങനെ ഒരു കാര്യം കൂടി അതിന് ശേഷം ചെയ്തു. അതുപോലെ തന്നെ ഞങ്ങൾ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി. ഞങ്ങൾ ഭാരവാഹികൾ എല്ലാവരും കൂടി പോയി. ഞങ്ങൾ അവിടെ ചെന്നു. SVNV കോളേജിലുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്ന് മുഖ്യമന്ത്രിനെ കാണണം എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി നല്ല തിരക്കിലാണ്, നിയമസഭ കൂടുന്ന സമയമാണ്. അപ്പോൾ മുഖ്യമന്ത്രിനൊക്കെ അവിടെ പറഞ്ഞപ്പോൾ പറഞ്ഞു, നമ്മുടെ MLA റോജി M. ജോണാണ് ഞങ്ങളെ കൊണ്ടുപോയത്. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എൻ്റെ പേഴ്സണൽ സെക്രട്ടറി കണ്ടോ, KK രാഗേഷിനെ കാണാൻ പറഞ്ഞു. KK രാഗേഷിനെ കണ്ട് നിവേദനം കൊടുത്ത് ഞങ്ങൾ ഈ 2-3 കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ അങ്കമാലിയിലെ ഗതാഗതത്തിൻ്റെ പ്രശ്നം പറഞ്ഞു, നമ്മുടെ റിവോൾവിംഗ് ക്യാമറയുടെ വിഷയമുണ്ട് ടൗണിൽ വെച്ചേക്കണേ, അതിൻ്റെ പ്രശ്നം പറഞ്ഞു. അങ്ങനെ നമ്മുടെ വ്യാപാരികളെ ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ KK രാഗേഷിനടുത്ത് പറഞ്ഞു. അത് കഴിഞ്ഞ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിനെ പോയി ഞങ്ങൾ കണ്ടു. അദ്ദേഹത്തെ പോയി കണ്ട് ഈ കാര്യങ്ങളൊക്കെ വിവരിച്ചു. അദ്ദേഹവും പറഞ്ഞു നിങ്ങളുടെ അങ്കമാലിക്ക് വേറൊരു ബൈപ്പാസ് കൂടി ആലോചിക്കുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഇപ്പോഴും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഈ സമരം ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പേര് മാത്രം ഒരു വിമർശനം പറഞ്ഞു, ഈ ബൈപ്പാസൊക്കെ വന്നെങ്കിൽ വ്യാപാരികൾ സമരം ചെയ്യണേ, അവിടെ കച്ചവടക്കാർക്ക് ഇവിടെ ടൗണിൽ ദോഷം വരില്ലേ എന്നൊക്കെ ചോദിച്ച് വിമർശനം ഉണ്ടായി ഇതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ തോതിൽ. പക്ഷേ പ്രിയമുള്ളവർ, നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മുടെ അങ്കമാലി കൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയില്ലെങ്കിൽ ഏത് കടയിലാണ് കച്ചവടം നടക്കണേ? നമ്മുടെ അങ്കമാലി ഇങ്ങനെ നിശ്ചലമായിട്ട് നിൽക്കുന്ന മണിക്കൂറുകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് വ്യാപാരികൾക്കും അതുകൊണ്ട് നഷ്ടം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സുഗമ സഞ്ചാരം എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. സുഗമ സഞ്ചാരത്തിന് വേണ്ടി മർച്ചൻ്റ് അസോസിയേഷൻ ഏറ്റവും ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ചു. ഞാൻ അതിന് അത്രേ പറയുന്നുള്ളൂ. നസീം അടുത്തത് മെർലിൻ മരിയ സന മേരി ഒരിക്കൽ അടുത്തത് ബെയ്നു പിച്ചു. ജാസ്മിൻ ജോഷി. മോളെ ഓക്കെ